This deal is with the devil. ഹിറ്റ് അണ്ണാ, സൂപ്പർ ഹിറ്റ്. നല്ല സിനിമ, സൂപ്പറാണ്, കാണാൻ ഉണ്ട്, സൂപ്പറാണ്. ഡയറക്ഷൻ ലെവല് അൾട്ടിമേറ്റ്. ഇവിടെ ഇത് മലയാള പടമാണോ കണ്ടോണ്ടിരിക്കുന്നത്? ആ ലെവലിലോ ഫിലിം മേക്കിംഗ് ആണ് ചെയ്തേക്കുന്നത്. നേരെ ഭാഷ, അവൻ മിടുക്കനാ, മിടുക്കൻ. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. എക്സ്ട്രീം ലെവൽ, ബോളിവുഡ് ലെവൽ എടുത്ത് വെച്ചേക്കുന്നത്. വേറെ ലെവൽ ബ്രോ. അന്യായമാണ്. നന്നായിട്ടുണ്ട്, നല്ല കോൺസെപ്റ്റ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. സദസ്സിൽ നിന്ന് ഉയർന്ന കരഘോഷം ഇവിടത്തെ കിഴങ്ങന്മാരെന്ന് കാണേണ്ടതായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ലൂസിഫറിനാക്കിയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ലൂസിഫർ പോലെ ഒരു വാവ് ഫാക്ടർ ഒന്നും ഇല്ല ഇവിടെ. അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റി. ഒരുപാട് സാധനമുണ്ട്. അയ്യോ, അത് കഷ്ടായില്ലോ. ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ലൂസിഫർ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലൂസിഫർ വേറൊരു ലെവല്, ഇത് വേറൊരു ലെവല്. It's actually a good movie. It's definitely good, but it's not that great. ചില സീക്വൻസസിന്റെ അതെന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഞാൻ പറയുന്നില്ല, ക്യാരക്ടർ കൺസിസ്റ്റൻസി പോയി. അതിങ്ങനെയാണ്. ഇതാണോ ഖുറേഷി? കേട്ടാ, നീ ഒറ്റൊരുത്തം കാരണം ഇയാളുടെ കണ്ണിച്ചോല തന്തക്കുള്ളിയെ കേൾക്കേണ്ടി വന്നത്. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. അതെനിക്ക് ഇഷ്ടമില്ല. അത്രയില്ല, അത്ര അങ്ങോട്ട് ബാക്ക് കിട്ടിയില്ല. ഇഷ്ടപ്പെട്ടില്ല. ലൂസിഫറിന് അത്രയും വന്നിട്ടില്ല. അങ്ങനെയും പറഞ്ഞു. എക്സ്പെക്ടേഷന്റെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു മലയാളത്തിലെ വലിയ ചെറിയ പടം, അത്രേ ഉള്ളൂ. ഓവർ ഹൈപ്പോ കാര്യങ്ങളോ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഇത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറേഷി അബ്രഹാം മെനയാണല്ലേ. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ആലേട്ടൻ. പക്ഷെ ഒരു എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി എനിക്കും തോന്നിയത്. ഇങ്ങോട്ട് എമ്പുരാന്റെ അകത്തുള്ള ഒരു പാട്ട്, ഒരു പരിപ്പ് വട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട്. ഞാൻ എങ്ങനെ പറഞ്ഞോടാ? പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. പക്ഷെ ക്ലൈമാക്സ് പഞ്ച് പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും നമുക്ക് കിട്ടിയില്ല. പൊന്നേമാനെ പറ്റിച്ചതല്ല, ഇണ്ടി പോവരുത്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി. പക്ഷെ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതെ ഒരു മലയാള സിനിമയാണ് കാണുന്നതെന്ന് ഒരു പോയിന്റ് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഫിലിം മേക്കിംഗ്. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും